യുദ്ധത്തിന്റെ 4-ാം ദിവസം ഭീമസേനൻ ധൃതരാഷ്ട്രപുത്രന്മാരെ ഒരറ്റം മുതൽ കൊന്നു തുടങ്ങിക്കൊണ്ടിരുന്നു. അത് കണ്ടുകൊണ്ട് കൂട്ടരെയെല്ലാം കൊല്ലുന്നുവെന്ന് കണ്ട ഭീഷ്മർ എന്ന കൗരവ സൈന്യാധിപൻ ഭീമനെ വളരെ വേഗത്തിൽ പിടിക്കുവാൻ ആജ്ഞാപിക്കുന്നു. ഇപ്രകാരം ഭീഷ്മർ പറഞ്ഞപ്പോൾ ധാർതരാഷ്ട്രന്റെ പടയാളികൾ ചൊടിച്ച് ശക്തനായ ഭീമന്റെ നേരെ പാഞ്ഞെടുത്തു. ഭഗദത്തൻ മത്തഗജത്തിന്റെ പുറത്ത് കയറി ഭീമൻ നിൽക്കുന്ന ദിക്ക് നോക്കി അടുത്തു. പോരിൽ തടുക്കുവാൻ ബാണവർഷം കൊണ്ട് ഭീമനെ സൂര്യനെ മേഘജാലം എന്ന വിധം കാണാത്ത വിധം ആക്കി. അഭിമന്യു മുതലായ മഹാരഥന്മാർ അത് കണ്ടുകൊണ്ട് ഭീമന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർ തിരിച്ചും ശരവർഷം തൂകി. ഭഗദത്തന്റെ ഗജത്തെ ചുറ്റും ശരവർഷം കൊണ്ട് കീറി. ആ മഹാരഥന്മാർ വർഷിക്കുന്ന ശരവർഷങ്ങൾ ഏറ്റ് നാനാപ്രകാശത്തിൽ ഉഗ്രാസ്ത്രം ഏറ്റുകൊണ്ട് പ്രാഗ്ജ്യോതിഷ രാജാവ് ഭഗദത്തനിൽ നിന്നും ചോര പിടിക്കുവാൻ തുടങ്ങി. ഗജങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യുവാൻ പ്രഗത്ഭനായ ഭഗദത്തൻ അയച്ച മദം ചാടുന്ന മഹാഗജം കാലൻ വിട്ട അന്തകനെ പോലെ അവരോടൊക്കെ ഏറ്റ് ഇരട്ടി വേഗത്തോടെ കാൽവെപ്പിൽ ഭൂമി കുലുങ്ങി. ആ മഹാസത്വം വരുന്നത് കണ്ട് എല്ലാ രഥിവീരന്മാരും അസഹ്യമെന്ന് കണ്ട് ഏറ്റവും ഭീതിതരായി നിന്നു. രാജാവ് ഉടനെ ചൊടിച്ച് ഭീമസേനന്റെ നെഞ്ചിൽ മൊട്ടൊഴിഞ്ഞ ശരങ്ങളാൽ എയ്തു. ആ മഹാബലൻ ശരം കൊണ്ട ഉടനെ തന്നെ മോഹാലസ്യപ്പെട്ട് കൊടിമരത്തിൽ ചാരി നിന്നു. ഭീമന്റെ ബോധം പോകുന്നത് കണ്ട പ്രതാപവാനായ ഭഗദത്തൻ ഉച്ചത്തിൽ സന്തോഷത്തോടെ അലറി. ഭീമന്റെ ആ നിൽപ്പ് കണ്ട ഉടനെ ഭീമപുത്രനായ ഘടോൽക്കജൻ അവിടെ എത്തി. രാക്ഷസൻ അവിടെ മറഞ്ഞ് ഭീരുക്കളെ പേടിപ്പിക്കുന്ന വിധം ഘോരമായ ഒരു മായവിദ്യ നടത്തി. ഘോരമായ ആകൃതിയെടുത്ത് മായകൽപ്പിതനായ ഐരാവതത്തിന്റെ പുറത്തായി പെട്ടെന്നവൻ പ്രത്യക്ഷപ്പെട്ടു. മറ്റ് ദിഗ്ഗജങ്ങൾ ആ മായാഗജത്തിന്റെ അനുയായികളായി മാറി. മഹാപത്മൻ, സുപ്രഭൻ, അഞ്ജനൻ, വിമനൻ എന്നീ ദിഗ്ഗജങ്ങൾ അവിടെ അങ്ങനെ വിളങ്ങി. രാക്ഷസന്മാർ കയറിയ 3 മഹാഗജങ്ങളും വലുതായ ദേഹത്തോടു കൂടി 3 വഴി മദം ചാടിച്ചുകൊണ്ട് നിന്നു. തേജോവീര്യത്തോടു കൂടിയ മഹാവേഗത്തോടുകൂടി ഘടോൽക്കജൻ താൻ കയറിയ ഗജത്തിനെ വിട്ടു. ഗജത്തോടു കൂടിയ ഭഗദത്തനെ കൊല്ലുവാൻ പാഞ്ഞു ചെന്നു. ശക്തന്മാരായ രാക്ഷസ ശ്രേഷ്ഠന്മാർ അവർ വിട്ട 4 കൊമ്പുള്ള മറ്റ് ഗജങ്ങളും 4 ദിക്കിലേക്കും എത്തി. അവ കൊമ്പുകൊണ്ട് ഭഗദത്തന്റെ ഗജത്തെ മർദ്ദിച്ചു. ദുഷ്ടനായ ഹൈഡിംബനോട് ഞാൻ, അതായത് ഹിഡുംബിയുടെ പുത്രനോട് ഞാൻ പോരാടാൻ പോകുന്നുവെന്ന് ഭഗദത്തൻ വിളിച്ചു പറഞ്ഞു. ആ രാക്ഷസൻ ഭയങ്കരനാണ്. രാജാവ് വളരെ ക്രുദ്രനുമാണ്. ഇവർ തമ്മിൽ യുദ്ധത്തിൽ പോരാടിയാൽ ആര് ജയിക്കും, ആര് തോക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു. പാണ്ഡവന്മാർ ആർപ്പ് വിളിക്കുകയും ചെയ്തു. എന്നാൽ നിസ്സംശയം പറയാം, ഹിഡിംബി പുത്രനായ ഘടോൽക്കജൻ തന്നെ ആ യുദ്ധത്തിൽ ജയിച്ചു. രോമാഞ്ചമണിയുമാർ ഉഗ്രമായ മഹാരണം നടക്കുന്നു. ശൂരനും കൂറുള്ളവനും കുലപുത്രനുമായ ആ രാജാവിനെ, ആ ഭഗദത്തനെ രക്ഷിക്കുവാനായി ഏതു മാർഗം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഭീഷ്മർ നിന്നു. എങ്കിലും ആ രാക്ഷസനെ ജയിക്കുവാൻ ആരാലും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു യുദ്ധത്തിൽ പാണ്ഡവപക്ഷം തന്നെ, അതായത് ഘടോൽക്കജൻ തന്നെ വിജയിച്ചു.